ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി വില കൊടുക്കുകയും അതിനുവേണ്ടി ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കും ഈ ദൈവിക സന്ദേശം ഒരനുഗ്രഹത്തിനും വിശുദ്ധിക്കും ഇത് കാരണമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം യാക്കോബിന്റെ മകനായ രൂബേന് കൊടുത്ത ഒരു അനുഗ്രഹവും അതിനോട് അനുബന്ധിച്ച ചില വിഷയങ്ങളുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 49:3. രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയും ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനായിരിക്കയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു തിരുവചന ചിന്തയാണ് നമ്മളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിന്തിക്കുവാൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നമുക്കറിയാം, യാക്കോബിന് 13 മക്കളിൽ ഒരാൾ മാറ്റപ്പെട്ടു. ബാക്കി 12 മക്കളുണ്ട്. ആ 12 മക്കളെയും യാക്കോബ് അനുഗ്രഹിക്കുവാൻ ഓരോരുത്തരായി മുമ്പിലോട്ട് വിളിക്കുമ്പോൾ മൂത്ത മകനായ രൂബേൻ കടന്നു വന്നപ്പോൾ അപ്പൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ആദ്യത്തെ 2-3 വാക്കുകൾ വളരെ സന്തോഷകരമായി നമുക്ക് തോന്നും. ഇവിടെ പറയുന്നു, രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ. അടുത്ത വാക്ക്, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയും ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അപ്പന് ലഭിച്ച ആദ്യത്തെ മകൻ അപ്പനെ പോലിരിക്കും. അപ്പന്റെ അതേ ശബ്ദം. എവിടെയെങ്കിലും അപ്പനും മകനും പോയി കഴിഞ്ഞാൽ ഇത് മകനാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അപ്പൻ പോകാതെ മകൻ മാത്രം പോയാൽ യാക്കോബിന്റെ മകനാണല്ലേ എന്ന് ചോദിക്കത്തക്ക വണ്ണം അത്രമാത്രം അപ്പനെ പോലെ ഇരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട രൂപേ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവന്റെ ജീവിതത്തിനകത്തുള്ള ചില വീഴ്ചകൾ, അവന്റെ ജീവിതത്തിനകത്തുള്ള രഹസ്യ പാപങ്ങൾ അവനെയും അവന്റെ തലമുറയോളം ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പറയട്ടെ, ഒരു രൂപേനെ പോലെ ദൈവം നമ്മെ വീണ്ടെടുത്തു. അവന്റെ വൈശിഷ്ട്യവും അവന്റെ ബലത്തിന്റെ വൈശിഷ്ട്യവും എല്ലാം ദൈവം തന്ന് നമ്മെ ഈ പുതിയ നിയമവിശ്വാസിയായി ദൈവം വീണ്ടെടുത്തു. ജലത്തിൽ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുവാനിടയായി, മാനസാന്തരപ്പെടുവാനിടയായി, അഭിഷേകമാകുന്ന ബലം നമ്മുടെ മേൽ പകർന്നു, വിശുദ്ധിയുടെ പുതപ്പ് നമ്മുടെ മേൽ തന്നു. ഇതുപോലെ ഒരു രൂപേനെ പോലെ അപ്പന്റെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവുമായി പരിശുദ്ധാത്മാവ് നമ്മെ ഈ തലമുറയിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. രൂപേൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നോക്ക്, ഒരു മകൻ എന്നർത്ഥം വരുന്ന രൂപേൻ അവർക്ക് കിട്ടിയ ആദ്യത്തെ മകനാണ്. ഈ മകനെ കിട്ടിയപ്പോൾ ആ വീട് മുഴുവനും സന്തോഷിച്ചു. ഇതുപോലെയാണ് ഈ ഭൂമിയിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുക. 99 മാനസാന്തരപ്പെടാത്ത നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവം സന്തോഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയട്ടെ, നമ്മുടെ രക്ഷ, നമ്മുടെ സ്നാനം, നമ്മുടെ വിശുദ്ധി കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു അപ്പനുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. പക്ഷെ ജീവിതത്തിന്റെ നടുവിൽ രൂപേന് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്? എവിടെയാണ് അവന്റെ കാലുകൾ ഇടറിപ്പോയത്? ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുക്കുന്നവരെ, നമ്മുടെ കാലുകൾ പലപ്പോഴും ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്.
നമ്മുടെ കാൽച്ചുവടുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ ദുഷ്ടലോകത്ത് നമ്മൾ കാലുകൾ ഉറപ്പിച്ചില്ല എങ്കിൽ രൂപേന് ലഭിച്ച അവസ്ഥയിലേക്ക് നാം കടന്നു വരും. രൂപൻ വളരെ സിൻസിയറായ ഒരു മനുഷ്യനാണ്. നമുക്കറിയാം രൂപേനെ കുറിച്ച്. സഹോദരന്മാർ യോസെഫിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ അതിനെ തടുക്കുന്നത് രൂപേനാണ്. അതോടൊപ്പം തന്നെ ബെന്യാമിന് പകരമായി 2 മക്കളെ അപ്പന്റെ മുമ്പിൽ കൊടുത്തതും രൂപേനാണ്. അത്രമാത്രം സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ, അപ്പന്റെ വീര്യവും അപ്പന്റെ വൈശിഷ്ട്യവും ഒക്കെ നിറഞ്ഞ മനുഷ്യൻ. അപ്പനെ കണ്ട മോനെ കണ്ട, മോനെ കണ്ടാൽ അപ്പനെ കണ്ട ആ ക്രമീകരണത്തിൽ എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ട്. അപ്പനിൽ എന്തൊക്കെ ഉണ്ടോ അതേ ക്വാളിറ്റി മോന്റെ മേലുണ്ട്. പക്ഷേ അവന്റെ ലൈഫിൽ, രഹസ്യ ജീവിതത്തിൽ എവിടെയൊക്കെയോ താളപ്പിഴ സംഭവിച്ചു. എവിടെ താളപ്പിഴ സംഭവിച്ചതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുകയാണ്. എടുക്കാം, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹായോട് ശയിച്ചു. ഇസ്രായേൽ ഇത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ 49 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പൻ ഈ 4-5 കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനായിരിക്കയില്ല. നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി. എന്റെ ശയമേ അവൻ കയറിയല്ലോ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അപ്പന്റെ ആദ്യജാതനാണ്. അപ്പന്റെ വീര്യവും വൈശിഷ്ട്യമുണ്ട്, ബലത്തിന്റെ വൈശിഷ്ട്യമുണ്ട്, ഒക്കെ റെഡിയാ. പക്ഷെ അടുത്ത് അപ്പൻ ബ്ലസ് ചെയ്യാൻ കൈയെടുത്ത് വെക്കുമ്പോൾ അപ്പന്റെ വായിൽ നിന്ന ഒരു വാക്ക്, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനായിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ രൂപേൻ എല്ലാ ക്വാളിറ്റിയൊക്കെ ഉണ്ട്, വളരെ സിൻസിയറാ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ പുള്ളി വെള്ളം പോലെ തുളുമ്പുന്നവനാ. നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്ന സമയത്ത് ഇത് തുളുമ്പുന്നത് പോലെ എന്ന് വെച്ചാൽ ഉറപ്പില്ലാത്തവൻ, ഉറപ്പില്ലാത്ത രൂപേൻ. പ്രൈസ് ദി ലോർഡ്. ആത്മീയനാണോ? ആത്മീയൻ. എന്നാൽ ജഡീകനാണോ? ജഡീകൻ. ചർച്ചിൽ വരുമ്പോൾ ഇതുപോലെ പക്ക ആത്മീയനില്ല. രൂപേനായിട്ട് അപ്പന്റെ വൈശിഷ്ട്യവും അപ്പന്റെ ശക്തിയും അവിടെ വെളിപ്പെട്ടു വരും. പക്ഷേ ആരാധന കഴിഞ്ഞ് ലോകരോട് എത്തുമ്പോൾ ഇതുപോലൊരു ലോകജാതികൾ കാണിക്കുന്നത് പോലുള്ള സിസ്റ്റം ഇവന്റെ മേലുണ്ട്. നോക്ക്, രൂപേനും അങ്ങനെ തന്നെയാണ്, വെള്ളം പോലെ തുളുമ്പുന്നവൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വാത്സല്യ കർത്തൃദാസന്മാരെ, ദാസിമാരെ, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവരെ, ഞാനൊരു കാര്യം പറയട്ടെ. വെള്ളം പോലെ തുളുമ്പുന്നവൻ ഒരിക്കലും ശ്രേഷ്ഠനായിരിക്കയില്ല. അപ്പന്റെ അഭിഷേകം കാണും, സ്നാനപ്പെട്ട് കാണും, കൃപയിൽ നിൽക്കുന്നവരായിരിക്കും, വലിയ പ്രാസംഗികനായിരിക്കും, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനായിരിക്കും. പക്ഷെ വെള്ളം പോലെ തുളുമ്പുന്നവനാണോ, ഒരിക്കലും ഞാനും നിങ്ങളും ശ്രേഷ്ഠനായിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ഈ സഭയോട് പറയുന്നു, ഒന്നുകിൽ നീ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. ശീതോഷ്ണവാനാകിയാൽ ഞാൻ എൻ്റെ വായിൽ നിന്നും നിന്നെ ഉമിഴ്ന്നു കളയുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞേ, ആത്മീയ മണ്ഡലത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇറങ്ങി വന്നവൻ, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നവൻ, ആ വിശുദ്ധിയിൽ തന്നെ നിൽക്കട്ടെ. ഹല്ലേലൂയ. രൂപേനെ, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാകിയാൽ നീ ശ്രേഷ്ഠനായിരിക്കയില്ല. ഹല്ലേലൂയ. നോക്കുക, ഇവൻ വെള്ളം പോലെ തുളുമ്പുന്നവൻ. അപ്പനെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം, 12-11 സഹോദരന്മാരെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം. പക്ഷേ ഇവരാരും കാണാത്തപ്പോൾ ഇവന്റെ ജീവിതം വെള്ളം പോലെ തുളുമ്പുന്നവനായി തീരുമാനങ്ങൾ വിട്ട്, പ്രതിഷ്ഠകൾ വിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് ഇവൻ താണ്ട പോവുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കഴിഞ്ഞ നാളുകൾ ദൈവവുമായിട്ടൊരു തീരുമാനമെടുത്തു, പരിശുദ്ധാത്മാവായി നിങ്ങൾ ഉടമ്പടി ചെയ്തു, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നു ദൈവം നിങ്ങൾക്ക് ചില കൃപകളും കൃപാവരങ്ങളും തന്നു. ആത്മാവിന്റെ തീയാൽ ദൈവം നിങ്ങളെ നിറച്ചു. എന്നിട്ട് വെള്ളം പോലെ തുളുമ്പുന്നവനായി ലോകത്തിന്റെ പിന്നാലെ, അശുദ്ധിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ ദൈവാത്മാവ് പറയുകയാണ്,
വെള്ളം പോലെ തുളുമ്പരുത്, നിങ്ങൾ ശ്രേഷ്ഠരായിരിക്കയില്ല. ആമേൻ, സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, നീ ശ്രേഷ്ഠനായിരിക്കില്ല. ഒന്നുകിൽ ശീതവനായിരിക്കണം, ഒന്ന് വെച്ച് ഒരു ആത്മീയനായി ജീവിക്കണം, ഒന്നുകിൽ നീ ഒരു വിശുദ്ധനായി ജീവിക്കണം. സ്തോത്രം. വിശുദ്ധന്മാരുടെ ഇടയിൽ ഭയങ്കര വിശുദ്ധനാണ്, എന്നാൽ അശുദ്ധന്മാരുടെ ഇടയിലോ ഭയങ്കര അശുദ്ധനാണ്. ഇങ്ങനെയുള്ള രണ്ടും കെട്ട പരുവത്തിൽ, അതുമല്ല ഇതുമല്ല. രൂപേനും അങ്ങനെ തന്നെയാണ്. അപ്പനെ കാണുമ്പോൾ അപ്പന്റെ മൂത്ത മോന്, പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ബിൽഹ എന്ന് പറയുന്ന സ്ത്രീയുടെ കാമുകനായി തീർന്നു, അല്ലെങ്കിൽ ഭർത്താവായി തീർന്നു. കണ്ടോ, ജീവിതത്തിലെ പരസ്യമായി എല്ലാവരുടെ മുമ്പിൽ അവൻ വിശുദ്ധനാണ്, പക്ഷെ രഹസ്യ ജീവിതത്തിൽ അവന്റെ താളം തെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. വെള്ളം പോലെ തുളുമ്പരുത്. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധനായി ജീവിക്കണോ, വിശുദ്ധനായി ജീവിക്കണം. ലോകത്തിന് ജീവിക്കണോ, ലോകത്തിന് പ്രകാരം ജീവിക്കുക. ഈ രണ്ടും കെട്ട പരുവത്തിൽ ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ ഭയങ്കര വിശുദ്ധി ചമയുന്നു. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലൊരു ജാതീയമായ വേഷം കിട്ടുന്നു. ചിലരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ചർച്ചിൽ വരുമ്പോൾ വെള്ളയും കേട്ട് ഭയങ്കരമായ ഭക്തിയിൽ കടന്നു വരും. എന്നാൽ ഒരു കല്യാണത്തിന് അവർ പോകുന്ന പോക്ക് കാണുമ്പോൾ ജാതികൾ തോറ്റുപോകും. ഈ നമുക്കറിയാം, ഈ ആരാധനകളുടെ ഇടയിൽ ഒരു കൺവെൻഷൻ ആകട്ടെ, വിശുദ്ധ ഞായറാഴ്ചയാകട്ടെ, എന്തൊരു ആരാധന! വേറെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം വരെ പറയും. പക്ഷെ ഈ വ്യക്തി ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾ അവരെ നോക്കണം. ജാതികൾ തോറ്റുപോകത്തക്കവണ്ണമുള്ള മോഡലിങ്ങും ഡ്രസ്സിങ്ങും വെള്ളം പോലെ തുളുമ്പും. ഇവർക്ക് ഉറപ്പില്ല, വചനത്തിൽ ഉറപ്പില്ല, അപ്പനിലൊരു ഉറപ്പില്ല. സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, കുഞ്ഞേ, ജീവിതത്തിനകത്ത് ശ്രേഷ്ഠമായി പോകണമെങ്കിൽ, നിങ്ങൾക്കൊരു ശ്രേഷ്ഠത ജീവിതത്തിൽ കാണണമെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ശ്രേഷ്ഠത വേണമെങ്കിൽ, ഉറപ്പുള്ള തീരുമാനത്തിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ ആരോടൊക്കെയോ ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെ ദൈവം നട്ടിരിക്കുന്നത് ഉറപ്പുള്ള സ്ഥലത്താണ്. നമ്മളെ ആക്കിയിരിക്കുന്നത് വിശുദ്ധിയുടെ മഹത്വത്തിലാണ്. അവിടെ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കാണുക. ദാണ്ടെ ഈ രൂപേന്റെ ജീവിതത്തിനകത്ത് അപ്പം പറയുക, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ് മോനെ, പക്ഷെ നീ ഒരിടത്ത് പോലും കുടം പിടിക്കുകയില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ നീ നന്നാകത്തില്ല. അപ്പം പറഞ്ഞ വാക്ക. എന്റെ പ്രിയമുള്ള, രക്ഷിക്കപ്പെട്ട നിങ്ങൾ, സ്നാനപ്പെട്ട നമ്മൾ, അന്യഭാഷ പറയുന്ന നമ്മൾ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തീരുമാനങ്ങളിലും വിശുദ്ധിയിലും ഉറപ്പില്ലാതെ, വെള്ളം കാണുമ്പോൾ അവിടെയും ചവിട്ടി, ചെളി കാണുമ്പോൾ ഇവിടെയും കഴുകി ചവിട്ടി, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പന്നിയുടെ സ്വഭാവം കാണിച്ചാൽ ഒരിക്കൽ പോലും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമ്മൾ നന്നാകത്തില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, തീരുമാനം തെറ്റിപ്പോയില്ലേ? ലോകജാതികളെ പോലെ പലപ്പോഴും നമ്മൾ ആകുന്നില്ലേ? ബന്ധുക്കളും സ്വന്തക്കാരും ചാർച്ചക്കാരും അത് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വചനം കളഞ്ഞിട്ട് അതെടുക്കുന്നില്ലേ? ദൈവഹിതമില്ലാതെ രഹസ്യമായ ജീവിതങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ആരോ ഇന്ന് ദൈവാത്മാവിൽ ഈ സന്ദേശം ഞാനിവിടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ ആത്മാവിന്റെ പകൽ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പണ്ടത്തെ തീരുമാനം നഷ്ടപ്പെട്ട് ഇന്ന് ലോകത്തിന്റെ പിന്നാലെ, ലോകവും ദൈവവുമായി ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഹല്ലേലൂയ. അവിശ്വാസികളും വിശ്വാസികളുമായി ഇടകലർന്നു പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ശീതവനായിരിക്കണം, ഒരു പക്ക ആത്മീയനായിരിക്കണം, ഒരു വിശുദ്ധനായി ജീവിക്കണം. അത് രഹസ്യ ജീവിതത്തിലാകട്ടെ പരസ്യ ജീവിതത്തിലാകട്ടെ വിശുദ്ധനായി ജീവിക്കണം. എങ്കിൽ ചില ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. ഇനി രണ്ടാമത്തെ വാക്യം, ശ്രേഷ്ഠനായിരിക്കില്ല, കാരണം നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി. നേരത്തെ വായിച്ചതുപോലെ
ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. ഇസ്രായേലേ, ആ ദേശത്ത് ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹായോടുകൂടെ ശയിച്ചു. ഇസ്രായേൽ ഇത് കേട്ടു. കണ്ട മിടുക്കൻ. അപ്പന്റെ വൈശിഷ്ട്യമുണ്ട്, അപ്പന്റെ ബലമുണ്ട്, അപ്പനെ കണ്ട മോൻ ആരെന്നറിയുന്നു. അതുപോലൊരു അപ്പന്റെ സാന്നിധ്യം ശരിക്കുള്ളവൻ. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒന്ന് പറ്റിയത് അവൻ ഉറപ്പുള്ളവനല്ല. രണ്ടാമത്തെ അവന്റെ പാപ ജീവിതം എന്ന് പറയുന്നത്, അവൻ അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്ന് അവൻ ജീവിച്ചു, അശുദ്ധനാക്കി. സ്തോത്രം. മനസ്സിലാക്കുക, എത്രമാത്രം വലിയ പാപമാണ്. എന്നിട്ടും പുള്ളി അപ്പനോട് ഭയങ്കര സ്നേഹമാണ്. ഇത് 35-22 വായിച്ചത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അപ്പം കണ്ടുപിടിച്ചിരുന്ന. ഇത് കുറെ മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയതായിരിക്കാം. പക്ഷെ ഒരു ദിവസം അപ്പൻ അത് കണ്ടു, ദേശത്ത് അറിഞ്ഞു. ദൈവദാസിയെ, അപ്പന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ട്, ദൈവം അനേക കൃപകളും കൃപാവരങ്ങളും നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു. ഒന്നുമില്ലായ്മയിലും ദൈവം ഇത്രത്തോളം നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. എന്നിട്ടും രഹസ്യ ജീവിതത്തിലെ പാപത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവദാസനെ കുഞ്ഞെ, ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു വാണിംഗ് തരികയാണ്. മടങ്ങി കയറി വരിക. അപ്പന്റെ കണ്ണുകളിൽ അകപ്പെട്ടു പോയാൽ, അപ്പൻ നിന്നെ വ്യക്തമായി ആ പാപം ശ്രദ്ധിച്ചാൽ, ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ മാത്രം അല്ല അതനുഭവിക്കുന്നത്, അടുത്ത തലമുറകളിലേക്ക് അത് വ്യാപരിക്കുവാനിടയാകും ദൈവിക ശാപം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ, അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്ന് അവൻ ശയിക്കുകയാണ്. ഇത് 1-2 ദിവസമല്ല, ഒരു ദിവസം ഇസ്രായേൽ അത് അറിഞ്ഞു. ദൈവദാസിയെ, ഒരു ദിവസം ദൈവം നിന്നെ പൊക്കും. ദൈവദാസനെ, നീ രഹസ്യമായി ചെയ്യുന്ന പാപം ഒരു ദിവസം ദൈവം പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അവന്റെ അപ്പന്റെ കിടക്കയെ അശുദ്ധമാക്കി. അടുത്ത വാക്യം, അതിന്റെ അവസാന വാക്യം, എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. ഒരപ്പന്റെ ദയനീയമായ വേദനയുടെ വാക്കുകൾ അവിടെ കാണുന്നത്. എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. ഇവനെങ്ങനെ തോന്നി? ഞാൻ ജന്മം കൊടുത്ത എന്റെ മകൻ എങ്ങനെ തോന്നി? ഹല്ലേലൂയ. എന്റെ രക്തത്തിൽ പിറന്നവന് എങ്ങനെ തോന്നി? ദൈവദാസിയെ, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന എന്നെ കാൽവരി ക്രൂശിലെ തിരുരക്തത്താൽ വീണ്ടെടുത്ത് അവന്റെ പുത്രിമാരാക്കി നമ്മളെ തീർത്തിരിക്കുമ്പോൾ ഇനി അശുദ്ധിയിലേക്ക് പോകരുത്, അവന്റെ കിടക്കെ അശുദ്ധമാക്കരുതെന്ന് തിരുവചനം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് നമ്മൾ അറിയുന്നില്ലയോ? അപ്പോൾ ഈ ശരീരത്തെ എത്രമാത്രം വിശുദ്ധിയോടുകൂടെ നാം കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അവന്റെ ശയ്യയാണ്, അവന്റെ കിടക്കയാണ് നമ്മുടെ ശരീരം, അവന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഇതിനെ അശുദ്ധമാക്കാൻ ദൈവവചനപ്രകാരം വ്യവസ്ഥയില്ല, അനുവാദമില്ല. കണ്ടോ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനായിരിക്കയില്ല. രണ്ടാമത് പറഞ്ഞത്, നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും അവന്റെ ജീവിതത്തിനകത്ത് ഇത്രയും ശാപം അവന്റെ തലമേൽ വെച്ചു കൊടുത്തു. പക്ഷേ ഈ ശാപനിമിത്തം അവന്റെ തലമുറയ്ക്കകത്ത് വന്ന ദോഷം എന്തെന്ന് വായിക്കാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഇവനല്ലോ ആദ്യജാതൻ എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യമേ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠവാസം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രനിൽ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ?
അപ്പൻ കഴിഞ്ഞാൽ യാക്കോബ് കഴിഞ്ഞാൽ അടുത്ത് രൂബേൻ. രൂബേനാണ് ബാക്കിയുള്ളവർ നിയന്ത്രിക്കേണ്ടത്. അവകാശി അവനാണ്. പക്ഷേ അവന്റെ അവകാശം, അവന്റെ തലമുറയ്ക്ക് കിട്ടേണ്ട അവകാശം, അവന്റെ കുടുംബം അനുഭവിക്കേണ്ട അവകാശം അവിശ്വസ്തനായ യോസഫിന്റെ കുടുംബത്തിലേക്ക് മാറ്റപ്പെട്ടു. ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, ഞാനും നിങ്ങളും വെള്ളം പോലെ തുളുമ്പരുത്. ആത്മീയതയിൽ നിൽക്കുന്നുണ്ടോ? പ്രാർത്ഥനയിൽ നിൽക്കുന്നുണ്ടോ? യഥാർത്ഥമായി നിൽക്കണം. ലോകജാതികളായി തീരരുത്. ലോകമോഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. ലോക കാണിക്കുന്ന കൂത്തുകാഴ്ചകൾ ആത്മീയന്റെ ഇടയിൽ വരരുത്. നമ്മുടെ സഭകളിലാകട്ടെ, നമ്മുടെ ഭവനത്തിലാകട്ടെ, വ്യക്തിപരമായ വിഷയത്തിലാകട്ടെ, ഒരു കല്യാണം വന്നാലും നമ്മളായിരിക്കണം. വിശുദ്ധന്റെ വിവാഹമായിരിക്കണം. സ്തോത്രം. രൂപേന്റെ സ്വഭാവം നമ്മുടെ വിവാഹ വേദികളിൽ ഉണ്ടാകരുത്. നമ്മൾ മൊത്തം ഇന്ന് കാണുമ്പോൾ വിവാഹത്തിനു മുമ്പ് പക്കാ രൂപേന, പക്കാ ആത്മീയന, വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യമൊക്കെ ഉണ്ടെന്നേ. പക്ഷെ കല്യാണം നടക്കുന്നതിന്റെ അന്ന്, വിശുദ്ധ വിവാഹത്തിന്റെ അന്ന് ഈ കൊച്ചിനെ നോക്കിയാൽ, ഈ ചെക്കനെ നോക്കിയാൽ അപ്പോഴറിയും രൂപേൻ ആരെന്ന് അപ്പോഴും മനസ്സിലാവും. ലോകജാതികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ കൊച്ചിന്റെ മുഖത്തുണ്ടാകും, ചെക്കന്റെ മുഖത്തുണ്ടാകും, ആ സ്റ്റേജിനകത്തുണ്ടാകും. ഇത് ആരുടെ ഇടയിൽ? വിശുദ്ധന്മാരായി ദൈവം തെരഞ്ഞെടുത്ത ദൈവദാസി ദാസന്മാരുടെ കുടുംബത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കാരണമെന്ത്? രൂപേൻ ശരിയായിരുന്നുവെങ്കിൽ അവന്റെ തലമുറ ശരിയായിക്കുമായിരുന്നു. കേട്ടോ, രൂപേൻ അശുദ്ധിയിലേക്ക് പോയി. അപ്പന്റെ കിടക്കെ അശുദ്ധമാക്കിയപ്പോൾ അടുത്ത തലമുറ അനുഭവിക്കേണ്ട നന്മ, തലമുറകൾ അനുഭവിക്കേണ്ട സന്തോഷം, തലമുറകൾ നേടേണ്ട അനുഗ്രഹങ്ങൾ, തലമുറകൾ പ്രാപിച്ചെടുക്കേണ്ട അഭിഷേകം അറ്റുപോയി. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഇസ്രായേലും ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നിടത്ത് ഇവരൊന്നും പിന്നീട് ഇസ്രായേലിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. കാരണം അപ്പൻ കിടക്കെ അശുദ്ധമാക്കി. അവന് ഉറപ്പുള്ള തീരുമാനമില്ല. വെള്ളം പോലെ തുളുമ്പുന്നവൻ, കേട്ടുകൊള്ളുക, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനായിരിക്കയില്ല. ദൈവവചനം വായിക്കുന്നുവെങ്കിൽ, ദൈവവചനം പഠിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നുവെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം. തല പോകേണ്ടി വന്നാലും, വിശ്വാസ ജീവിത യാത്രയിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും രൂപേനെ പോലെ ആകരുത്. യോസെഫിനെ പോലെ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. രൂപേന് നേരിട്ടതൊന്നും, യോസെഫിന് നേരിട്ടതൊന്നും രൂപേന് വന്നിട്ടില്ല. യോസെഫ് അനുഭവിച്ച കഷ്ടതകളൊന്നും രൂപേൻ അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ യോസെഫ് ചിലയിടത്തൊക്കെ അവൻ ഉറച്ചു നിന്നു. കണ്ടോ, ചേട്ടന് ബിൽഹായുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവൻ മുതലാക്കി. എന്നാൽ യോസെഫ്, ദൈവകൃപ ലഭിച്ച യോസെഫിനറിയാം, എനിക്ക് പാപം ചെയ്യാൻ അവസരം കിട്ടിയാലും എൻ്റെ തലയുടെ മുകളിൽ ഒരു കണ്ണെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെ ഞാൻ മറികടന്ന് ഞാൻ പാപം ചെയ്യില്ലെന്നുള്ള ഉറപ്പ് അവന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അതേ എൻ്റെ പ്രിയമുള്ളവരെ, ഒരു യോസെഫിനെ പോലെ ഉറപ്പുള്ളവനായി നിന്നാൽ ശത്രുക്കൾ നമുക്കെതിരെ എഴുതുവിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ, തളർന്നു പോകാതെ നിത്യത വരെ നമുക്ക് എത്തുവാനിടയാകും. അല്ല, യോസെഫിന്റെ മക്കളെ നോക്കണം, ദൈവം അനുഗ്രഹിച്ചു. യോസെഫിന്റെ തലമുറകളെ നോക്കണം, ഓരോന്നായി അനുഗ്രഹിച്ചു. രൂബേന്റെ തലമുറ എവിടെ എത്തി? അപ്പന്റെ വൈശിഷ്ട്യമുണ്ടായിരുന്നു, അപ്പന്റെ ബലത്തിന്റെ വൈശിഷ്ട്യമുണ്ടായിരുന്നു. പക്ഷേ അവന് രണ്ട് പോരായ്മ സംഭവിച്ചു. വെള്ളം പോലെ തുളുമ്പുന്നവൻ രണ്ടപ്പന്റെ കിടക്കെ അശുദ്ധമാക്കി. എന്ന് വെച്ചാൽ രഹസ്യ ജീവിതത്തിൽ അവന്റെ ജീവിതം പാപമായി പോയി. ഒന്നാമത്തെ കാര്യം, അവൻ ഉറപ്പില്ലാത്തവനായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഉറപ്പ് നഷ്ടപ്പെട്ടവരോട്, തീരുമാനങ്ങൾ എടുത്തിട്ട് ഉറപ്പില്ലാത്തവരോട്, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും രാഷ്ട്രീയക്കാരും പഞ്ചായത്തുകാരും കോർപ്പറേഷൻകാരും അവർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വചനം വിട്ട് നമ്മൾ പോകുന്നെങ്കിൽ രൂപേന്മാരാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവവചനത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ നന്മകൾ അടയപ്പെടും. നിങ്ങളുടെ തലമുറകൾ ഈ പുസ്തകം എടുക്കാൻ കാണത്തില്ല. ഈ തലമുറകൾ യാക്കോബിന്റെ തലമുറയുടെ നന്മകൾ കാണാൻ കഴിയാത്തതുപോലെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിനകത്ത്
ഒരിക്കലും അത് സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഞാൻ കുത്തിടുകയാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മറിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ രൂപേനെ പോലെ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ അശുദ്ധിയിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസനെ ഏൽപ്പിക്കാം. അപ്പൻ്റെ കണ്ണ് വീഴുന്നതിന് മുമ്പ്, അപ്പൻ്റെ നാവ് നിങ്ങളുടെ നേരെ വരുന്നതിന് മുമ്പ് തിരിഞ്ഞു വരുവാൻ ഒരിക്കൽ കൂടി അവസരമുണ്ട്. അപ്പനൊരു വാക്കാതരത്തിൽ നിന്ന് വീണ് പോയാൽ പിന്നീട് തിരിച്ചു വരത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം അപ്പൻ്റെ ആതരം നമ്മുടെ നേരെ വീഴുന്നതിന് മുമ്പ്, അപ്പൻ്റെ വാക്ക് നമ്മുടെ നേരെ വരുന്നതിന് മുമ്പ്, അപ്പൻ്റെ വിരലുകൾ നമ്മുടെ നേരെ ചൂണ്ടുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനമെടുക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളൊക്കെ പലപ്പോഴും രൂപേനെ പോലെ ആകാറുണ്ട്. കർത്താവേ, മനുഷ്യന്റെ വാക്കുകൾ, സംഘടനയുടെ വാക്കുകൾ, ദൈവദാസന്മാരുടെ വാക്കുകൾ, പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ വിട്ട് കാലുകൾ മാറിപ്പോയിട്ടുണ്ട്. പപ്പ, അപ്പന്റെ ശയ്യമേൽ അശുദ്ധമാക്കിയ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. പപ്പ, കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ, ഒരു ആൺ കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞുള്ള സന്തോഷത്തിൽ സ്വർഗം ആനന്ദിച്ച നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതേ അപ്പൻ ദീർഘശ്വാസം വിടുകയാണ്. അവൻ എൻ്റെ ശയ്യമേൽ കയറിയല്ലോ. ഞങ്ങളെ ഓർത്ത് വേദനപ്പെടുന്ന കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് ഈ കേട്ട സന്ദേശത്തിന്റെ നടുവിൽ ചിലർ തീരുമാനങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. ആത്മീയ ജീവിതത്തിൽ ഉറപ്പുള്ളവരായി തീരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉറപ്പില്ലായ്മ ഞങ്ങളുടെ തലമുറകളുടെ ഉറപ്പില്ലായ്മയ്ക്ക് കാരണമായി തീരും. ഞങ്ങളുടെ തലമുറകളെ തകർക്കുവാണ്ടൊക്കെ കാരണമായി തീരും. പ്ലീസ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളെ ഓരോ മക്കളുടെ മേലും ഇപ്പോൾ തന്നെ അവിടുത്തെ സാന്നിധ്യം വ്യാപരിക്കണമേ. അവകാശം നഷ്ടപ്പെട്ട മക്കൾക്ക് ദൈവം ചില അവകാശങ്ങളെ തിരിച്ചു കൊടുക്കണമേ. അവരുടെ തലമുറയായുള്ള ദൈവ പ്രവൃത്തി ഇവർ കാണുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, രൂപനെ പോലെ ആകാതെ നമുക്ക് യോസെഫിനെ പോലെ ആകാം. ആത്മീയ ജീവിതത്തിൽ ദർശനം കിട്ടി ലഭിച്ച നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശോധനകൾ വരും, ഒറ്റപ്പെടലുകൾ വരും, ജീവിതത്തിൽ പരാജയം വരും. അപ്പോഴും യോസെഫിൽ ഉറച്ചു നിന്നതുപോലെ നമുക്ക് ഉറച്ചു നിൽക്കാം. രൂപനെ പോലുള്ള ഏതെങ്കിലും രണ്ടും കെട്ട അനുഭവമാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ സമയത്ത് തന്നെ മാറ്റാം. ഏതെങ്കിലും ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ നെടുമ്പാടെ വീണ് ദൈവസന്നിധിയിൽ കരയാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ, ഈ ദൈവവചന ചിന്ത നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു വ്യക്തിയും കൂടെ നമുക്ക് നിത്യതയിലേക്ക് കൊണ്ടുവരാൻ ഒരുമിച്ച് ശ്രമിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.